نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه ഹായ് മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റഗ്രേഷന്റെ രണ്ടാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പറാണ്. ഇന്റഗ്രേഷന്റെ ഒന്നാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അറബിക്കിന്റെ ചോദ്യ പേപ്പർ കണ്ടിട്ടില്ലേ? സെറ്റ് അല്ലേ? അറബിക്കിന്റെ ഇമ്പോർട്ടന്റ് വേർഡ്സ് കണ്ടിട്ടില്ലായിരുന്നു? സെറ്റ് അല്ലേ? നല്ല പരീക്ഷ അല്ലായിരുന്നു? ഫുൾ മാർക്ക് കിട്ടൂലേ? ഇല്ലേ? നമ്മൾ എല്ലാ ദിവസവും അറബിക്ക് എന്നല്ല എല്ലാ വിഷയത്തിന്റെ ചോദ്യ പേപ്പറുകൾ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ഒക്കെ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണണം, സെറ്റ് ആക്കണം, പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് ഉഷാറാവണം കേട്ടോ മക്കളെ. അടിപൊളി അല്ലേ? സെറ്റ് അല്ലേ? പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് താഴത്തെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ല ചുവന്ന് അത് ഞെക്കി കൊടുക്കണം. പിന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. എന്താ പേജിന്റെ പേര്? ഷമീൽ തറോൽ എന്നൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, സെറ്റ് ആണോ? നമ്മൾ നേരെ പോവാണ് മക്കളെ. ഇവിടെ നോക്കൂ, ഇന്റഗ്രേഷൻ ഡേ 2 ആക്ടിവിറ്റി 6 അപ്പൊ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ എടുത്ത് പോയി. 5 വരെയുള്ള ചോദ്യം എടുത്ത് പോയി. അവള് മുന്നത്തെ ക്ലാസ് ചർച്ച ചെയ്ത് ഇന്റഗ്രേഷൻ ഡേ 1 എന്ന് പറയുന്ന ഇതില്ലേ, അതിൻ്റെ അത് ചർച്ച ചെയ്ത് നമ്മള് അത് കഴിഞ്ഞു കേട്ടോ. ഇവിടെ വിവരണമാണ് മക്കളെ. നോക്കൂ, ഉണ്ണിമോള് മാമന്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചകൾ വിവരിച്ചിരിക്കുന്നത് നോക്കൂ. കുറെ ദൂരം നഗരത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. അത് കഴിഞ്ഞാണ് ഗ്രാമത്തിലേക്ക് എത്തിയത്. തെങ്ങിൻ തോപ്പും വയലും എല്ലാം കടന്ന് മാമന്റെ വീട്ടിലെത്തി. മാമന്റെ വീടിന് ചുറ്റും ധാരാളം മരങ്ങളുണ്ട്. എപ്പോഴും നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഒരു യാത്രയിലെ അനുഭവങ്ങളും കാഴ്ചകളും വിവരിച്ചെയ്തു. നമ്മൾ എങ്ങോട്ടൊക്കെ പോയാലുണ്ട്, ടൂറ് പോയാലുണ്ട്, നമ്മൾ വേറെ ഒക്കെ പോയാലില്ലേ, എങ്ങോട്ടൊക്കെ പോയാലുണ്ട്. അപ്പോൾ അതേപോലെ മക്കളെ നമ്മളോടൊരു യാത്രാക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറയാണ്. എങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുന്നത് നോക്കൂ. ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് സ്കൂളിൽ നിന്നും ആലപ്പുഴ ബീച്ചിലേക്ക് നടത്തിയ യാത്ര എനിക്ക് ഏറെ ഇഷ്ടമായി. സ്കൂളിൽ നിന്ന് പോയ യാത്ര. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മദറിന്റെ കൂടെ ഫാദറിന്റെ കൂടെയോ അല്ലെ, എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആലപ്പുഴ ബീച്ചിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിലേക്ക് നടത്തിയ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. ഉച്ച കഴിഞ്ഞ് വെയിൽ കുറഞ്ഞപ്പോഴാണ് അവിടെ എത്തിയത്. എപ്പോഴാണ് അവിടെ എത്തിയെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ. ഞങ്ങള് രാവിലെ തന്നെ അവിടെ എത്തി. ഭക്ഷണം കഴിച്ച്, രാവിലത്തെ പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ അവിടെ എത്തി, അങ്ങനെ പറയാം. ഇവിടെ നോക്കൂ, ഉച്ച കഴിഞ്ഞ് വെയിൽ കുറഞ്ഞപ്പോഴാണ് അവിടെ എത്തിയത്. തിരമാല അടിച്ചു കയറുന്നത് കാണാൻ എന്തു രസമാണ് അല്ലേ. പറയാണ് തിരമാല അടിച്ചില്ലേ, ബീച്ചിൽ പോയാൽ നമുക്ക് അറിയൂലേ, തിരമാല അടിച്ചു കയറുന്നത് കാണാൻ എന്ത് രസമാണ്. വൈകുന്നേരമായപ്പോൾ സൂര്യൻ ചുവന്ന് ഒരു പൊട്ടുപോലെയായി. ഞങ്ങളെല്ലാം കടൽ തിരയിൽ കുളിച്ചു. നല്ല രസമായിരുന്നു ആ യാത്ര. കണ്ടോ, ഏറ്റവും അവസാനം പറയുന്നുണ്ടോ, നല്ല രസമായിരുന്നു ആ യാത്ര അല്ലെ. ആരുടെ കൂടെയാണ് പോയത് എന്ന് ആദ്യം പറയാ, അവസാനം നല്ല രസമായിരുന്നു ആ യാത്ര എന്ന് പറയാ കേട്ടോ. റെഡി അല്ലേ? രസാന്ന് പറഞ്ഞാൽ അതെ, അല്ലെങ്കിൽ മോശമാണെ മോശാന്ന് പറഞ്ഞോളെ. ഓക്കെ, റെഡിയാടാ മക്കളെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. തൊഴിലുപകരണങ്ങൾ ഏതെന്ന് കണ്ടെത്തൂ, പേരുമായി വരച്ച് ചേർക്കൂ. നോക്കാം നമുക്കില്ലേ, നമുക്കൊന്ന് വരച്ചു നോക്കെ ശരിയാണോ. ഒന്നാമത്തത് നോക്ക്, സ്റ്റെതസ്കോപ്പ്. രണ്ടാമത്തത് തൂമ്പ. മൂന്നാമത്തത് തയ്യൽ മെഷീൻ. നാലാമത്തത് ഉളി. അഞ്ചാമത്തത് സിറിഞ്ച്. ഇതൊക്കെ ഈസി ആണേ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലേ. യെസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി നോക്കൂ, ഇതിവിടെ വരച്ച തന്നെയാ അല്ലെ. സിമ്പിൾ ചോദ്യങ്ങളും സിമ്പിൾ ഉത്തരങ്ങളുമായിരുന്നു അല്ലേ. റെഡി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ഇതാ പ്ലാന്റിങ് സാപ്ലിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഉണ്ണിമോൾ. ഇവിടെ നോക്കൂ, ഉണ്ണിമോൾ ആൻഡ് മീനു ക്ലീൻ ദ കിച്ചൺ ഗാർഡൻ ആൻഡ് പ്ലാന്റഡ് ന്യൂ vegetable saplings. Look at the table and find the number of each item they were planted. അല്ലേ, കുറച്ച് ചെടികൾ നടാൻ തുടങ്ങി, കുറച്ച് ചെടികൾ. അപ്പൊ ഉണ്ണിമോളും ആരുമാണ്, ഉണ്ണിമോളും മീനും കൂടിയാണ് നട്ട്. നമുക്ക് നോക്കാം. ഉണ്ണിമോള് 36ഉം 52 നട്ടു. അതിന്റെ ടോട്ടൽ ഇവിടെ എഴുതി കൊടുക്കാം. നമുക്ക് കൂട്ടുക വേണ്ടി. അപ്പൊ കൂട്ടി നോക്കാം അല്ലടാ മക്കളെ. കൂട്ടി നോക്കാം അല്ലെ. ഇവിടെ 36ഉം 52ഉം നമുക്ക് കൂട്ടി നോക്കാം. ഇത് രണ്ടും കൂടെ കൂട്ടി 6ഉം 2ഉം 7 8 അല്ലെ, 8 വരുന്നു. 5ഉം 3ഉം 5 + 3 എന്ന് പറഞ്ഞാല് അതും 8 ആണ് അല്ലെ. 88 എഴുതി കൊടുക്കാം. ഇതെത്രയാടാ വരുന്നത്? കൂട്ടി നോക്കിയാൽ 3ഉം 1ഉം 4, 5ഉം 4ഉം 9. സിമ്പിൾ അല്ലേ. ഇനി ഇത് നോക്കടാ മക്കളെ, 7ഉം 2ഉം 7 8 9. ഇനിയോ 5ഉം 3ഉം 6 7
8 ഇനി ഇത് നോക്ക് 5ഉം 4ഉം എത്രയാ വരുന്നത് 5ഉം 4ഉം 9 6ഉം 3ഉം എത്രയാ 9 ഈസി അല്ലേ പ്ലസ് ചെയ്യാൻ ഈസി അല്ലേ കൂട്ടി വെക്കാൻ 36ഉം 52ഉം 88 43ഉം 51ഉം 94 57ഉം 32ഉം 89 64ഉം 35ഉം 99 കൂട്ടി വെക്കാൻ ഈസി അല്ലേ 4ഉം 5ഉം കൂട്ടി 9 കിട്ടി 6ഉം 3ഉം കൂട്ടി 9 കിട്ടി ഇല്ലേ സിമ്പിൾ അല്ലടാ കണക്കൊക്കെ സിമ്പിൾ അല്ലേ ഇതേപോലെ കൂട്ടാനുണ്ടാവും കേട്ടോ എന്തായാലും ഉണ്ടാവും ഇനി ഇവിടെ നോക്ക് ഇതേപോലെയും വരും റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ചെറുതെന്ന് വലുത് എഴുതാനാ പറയുന്നത് എന്താ പറയുന്നത് നമുക്ക് ഈസി നമ്മൾ എഴുതി കൊടുക്കും ചെറുതെന്ന് വലുത് എഴുതാം ഇതിൽ ചെറുത് ഏതാടാ 88 94 89 99 88 ഇല്ലേതാ ചെറുത് 88 ചെറുതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ചെറുത് ഏതാ ഇത് നമ്മൾ ചെറുതാക്കി അടുത്ത ചെറുത് N89 ആണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ചെറുതോ 94 ആണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ചെറുതോ 99 ആണ് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്കാണ് എഴുതാൻ പറഞ്ഞത് ഒക്കെ സിമ്പിൾ അല്ലടോ നമ്മൾ എഴുതി കൊടുക്കൂല ഇതൊക്കെ ഇതേപോലെ ചോദ്യം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ സിമ്പിൾ ആണ് ഇത് ചെയ്തു നോക്കണേ റെഡി അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പോവാണ് ഇത് മാത്സ് ആണ് ആക്ടിവിറ്റി 12 ആണ് ക്ലാസ് 1 2 3 4 എന്ന് കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് ബോയ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്പർ ഓഫ് ഗേൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ ബോയ്സും ഗേൾസും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇടാ കൊടുത്തത് ടോട്ടലാണ് ഇത് കൊടുത്തത് ടോട്ടലാണ് അല്ലേ 20ഉം 21ഉം 41 അല്ലേ 21ഉം 23ഉം 44 22ഉം 24ഉം 46 അല്ലേ 24ഉം 21ഉം 45 അല്ലേ റെഡി ഇനി നോക്കൂ which class the most number of children എന്നാണ് കൊടുത്തത് ഏറ്റവും കൂടുതൽ ചിൽഡ്രൻ ഉള്ള ക്ലാസ് ഏതാണെന്നാ കൊടുത്തത് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതാ ഇതിന് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഏതാണ് ഏറ്റവും കൂടുതൽ ചിൽഡ്രൻ ഉള്ള ക്ലാസ് നമുക്ക് നോക്കാം ഇതിൽ ഏതാടാ 46 അല്ലേ വലുത് അപ്പൊ ഇതായിരിക്കും വരും ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതാ 46 ഉള്ള ക്ലാസ് ഏതാ 3 ഇല്ലേ ഇല്ലേ ഇനി അടുത്ത് നോക്ക് which class has the least number of children ഏറ്റവും കുറവ് പിന്നെ കുട്ടികളുള്ള ക്ലാസ് നോക്ക് 44 40 41 ആണ് ഏറ്റവും കുറവ് അത് ഏത് ക്ലാസ്സാ ഒന്നാം ക്ലാസ് അത് ഇവിടെ എഴുതി കൊടുക്കും 1 ഇവിടെ മൂന്നാം ക്ലാസ് ഇത് സിമ്പിൾ കണക്കല്ലേ ഇതേപോലെ കണക്ക് വന്നാൽ നമുക്ക് എഴുതി കൊടുത്തൂടെ സിമ്പിൾ ആണ് ഇനി അടുത്ത നോക്ക് സംഭാഷണം തയ്യാറാക്കാനാണ് സിമ്പിൾ ആയിട്ടുള്ള സംഭാഷണമാണ് നോക്ക് ഉണ്ണിമോളുടെ മാമന്റെ മകളാണ് മീനുവും കൂട്ടുകാരി അമ്മുവും തമ്മിലുള്ള സംഭാഷണം നോക്കൂ ബാക്കി ഭാഗം എഴുതി പൂർത്തിയാക്കൂ മീനു പറയാണേ പുതിയ വീടിന്റെ പണികളെല്ലാം തീർന്നു ഗൃഹപ്രവേശം എന്നാണ് ഇപ്പൊ മീനു പറയാണേ ഉടനെ തന്നെ ഉണ്ട് ക്ഷണിക്കാൻ അച്ഛനോടൊപ്പം ഞാനും നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പറയാണ് ക്ഷണിക്കാന് അച്ഛനോടൊപ്പം ഞാനും നിന്റെ വീട്ടിലേക്ക് വരുന്നത് ഇനി അതിന്റെ ബാക്കിയാണ് നമ്മൾ എഴുതേണ്ടത് എന്ത് എഴുതി കൊടുക്കാം യെസ് അടുത്ത നോക്കൂ കൂട്ടുകാരെ എല്ലാം ക്ഷണിക്കുന്നുണ്ട് ട്ടോ അത് പറയാം അല്ലേ ഉണ്ട് അല്ലേ ക്ഷണിക്കുന്നുണ്ടോ ചോദിക്കണം അപ്പൊ പറയാം ഉണ്ട് അടുത്ത ദിവസം ക്ഷണക്കത്തുമായി വന്നിട്ട് വേണം വിളിക്കാൻ ക്ഷണക്കത്ത് മക്കളെ ക്ഷണക്കത്ത് എങ്ങനെ ആയിരുന്നു എന്നുള്ള നമുക്ക് അറിയണം ക്ഷണക്കത്ത് നിങ്ങൾക്ക് അറിയാലോ ക്ഷണക്കത്ത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ക്ഷണക്കത്ത് പഠിച്ചോളൂ ട്ടോ ക്ഷണക്കത്ത് പരീക്ഷയ്ക്ക് വരുന്നതാണ് റെഡി ഇനി അമ്മ പറയാണ് ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ പുതിയ വീട്ടിൽ വരുന്നുണ്ട് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാം എന്ന് പറയാം റെഡി അല്ലേ സെറ്റ് അല്ലേ ഇനി അടുത്ത് നോക്കണം ആക്ടിവിറ്റി 10ലേക്ക് പോവാണ് നമ്മൾ ലെറ്റ്സ് കളർ ദ പിക്ചർ ആണ് കളർ ദ പിക്ചർ ഡ്രോൺ ബൈ ഉണ്ണിമോൻ അല്ലേ ഇനി നോക്കുക ഐഡന്റിഫൈ ഷേപ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഷേപ്പുകൾ ഒരുപാട് ഷേപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എണ്ണി നോക്കാൻ വേണ്ടി പറയാം നമുക്കറിയാം അല്ലേ റെക്ടാങ്കിൾ ഉണ്ട് ട്രയാങ്കിൾ ഉണ്ട് സർക്കിൾ ഉണ്ട് അല്ലെ വൃത്തവും ത്രികോണവും ചതുരവും ഒക്കെ നമുക്ക് അറിയുന്നത് അല്ലെ ഇത് എണ്ണിയൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം ആദ്യം റെക്ടാങ്കിൾ ആണ് എത്ര എണ്ണം ഉണ്ട് നോക്കാം അല്ലെ റെക്ടാങ്കിൾ 1 പിന്നെ എവിടെയും കാണുന്നുണ്ടോ റെക്ടാങ്കിൾ ഇല്ലല്ലോ ഞാൻ എവിടെയും കാണുന്നില്ലടാ റെക്ടാങ്കിൾ ഒറ്റൊന്നേ ഞാൻ കാണുന്നുള്ളൂ അപ്പൊ ഞാൻ 1 ഇനി സർക്കിൾ ആണ് 1 2 3 സർക്കിൾ അല്ലേ 3 സർക്കിൾ ട്രയാങ്കിൾ 1 2 3 4 5 6 ഇനി എവിടെയുള്ളത് 7 അല്ലേ 7 എഴുതി കൊടുക്കാം അല്ലേ ഇത് റെഡി അല്ലേ സെറ്റ് അല്ലേ ഇതും കൂടെ വേണമെങ്കിൽ എഴുതി കൊടുക്കടോ ഈ സർക്കിളിൽ ഇതാ വലിയ വട്ടല്ലേ ഇത് 4 ആയിരിക്കും ഇവിടെ വരും നമുക്ക് ഉത്തരം നോക്കാം എന്താന്നുള്ളത് നോക്കൂ 147 റെഡിയാണ് 147 ഓക്കെ റെഡി ഈ വട്ടല്ലടാ ഈ വലിയ വട്ടം ഇതുകൂടി കൂട്ടണം കേട്ടോ കൂട്ടണം സർക്കിളിൽ അപ്പൊ ഇവിടെ എന്താ വരിക
ഇവിടെ 4 ആണ് കേട്ടോ വരിക. 4 അതാണ് ഉത്തരം വരുന്നത്. റെഡി അല്ലേ? സിമ്പിൾ. ഇനി യൂസിങ് ദ സെയിം ഷേപ്സ് ഡ്രോ എ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ് കളർ വിത്ത് ദ ക്രയോൺസ്. അപ്പോൾ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ്? ഒരു ചിത്രം വരച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. നമുക്ക് എന്ത് ചിത്രമാണെങ്കിലും വരക്കടാ ഇല്ലേ? നമുക്ക് എന്ത് ചിത്രമാണെങ്കിലും വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം എന്ത് ചെയ്യുക? വരച്ചു കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ചിത്രം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വരച്ചു കൊടുക്കുക. ഇത് ഉപയോഗിച്ചിട്ട് യൂസിങ് ദ സെയിം ഷേപ്സ് ഡ്രോ എ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ് കളർ വിത്ത് ക്രയോൺസ്. ഓക്കെ, എന്നിട്ട് അത് കളർ ചെയ്യാൻ വേണ്ടി പറയണം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളാണ്. ഷേപ്പിന്റെ നമുക്കറിയാം ഏതൊക്കെ ഷേപ്പാന്നുള്ളത് നമുക്കറിയാം. ആ ഷേപ്പ് കണ്ടാൽ അതിനെ കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കണം. എത്ര കൗണ്ട് ചെയ്യണം. ഇപ്പൊ എന്നെ പറ്റിച്ചതുപോലെ ഇവിടെ പറ്റിക്കും കേട്ടോ. ഇവിടെ കണ്ടങ്ങൾ എന്നെ പറ്റിച്ച പോലെ ഞാൻ ഇവിടെ പറ്റിപ്പോയി. എങ്ങനെയാ? ഈ വലിയ സർക്കിൾ എന്നോട് കൂട്ടാൻ മറന്നുപോയി. ആ സർക്കിളോട് കൂട്ടണം, എന്നാലേ ആ സർക്കിളിന്റെ എണ്ണം കറക്റ്റ് ആയി കിട്ടും, 4 ആയി കിട്ടും അല്ലേ? ഇത് എന്നോട് മറന്നുപോയില്ലേ? മറന്നുപോയപ്പോ ഉത്തരം തെറ്റിയില്ലേ? അതേപോലെ തെറ്റിപ്പോ. അപ്പൊ എന്ത് ചെയ്യാ? നല്ലോണം നോക്കണം. നോക്കൂലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂടാ. ഇത്രേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഈ എക്സാം നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി കഴിയട്ടെ എന്ന് പറയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.